എന്നാലും പൊണ്ണത്തടിച്ച് തടി കുറയ്ക്കില്ല. എൻ്റെ മേലെ കയറാതെ ആ തടി കുറച്ച് കാണിക്കും. പൊണ്ണത്തടിച്ച് വീണ്ടും പൊണ്ണത്തടിച്ച് തന്നെയല്ലേ. ഞാൻ എന്ത് ഇടണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. I am warning you that you got the wrong guy. I got the wrong guy. നീ എങ്ങനെ മനസ്സിലാക്കിയടാ മണ്ട? അത്ര എനിക്കും ചോദിക്കാവുള്ളൂ. നീ എങ്ങനെ മനസ്സിലാക്കിയടാ മണ്ട? ടെക് ട്രാവൽ ഇറ്റ് ബൈ സുജിത് ഭക്തൻ. ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും സുജിത്തേട്ടനെ അറിയാമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒരു ട്രാവൽ ബ്ലോഗറാണ്. ഒരിക്കലും സുജിത്തേട്ടൻ ഒരു ട്രാവലർ ആണെന്ന് ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു സുജിത്തേട്ടൻ തന്നെ അത് 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ട്രാവലർ അല്ല, ഞാനൊരു ട്രാവൽ ബ്ലോഗറാണ് എന്നുള്ളൊരു കാര്യം. പക്ഷെ ഒരു ട്രാവൽ ബ്ലോഗർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് സുജിത്തേട്ടൻ. സുജിത്തേട്ടനെ മാത്രമല്ല, സുജിത്തേട്ടന്റെ വീട്ടിലെ സുജിത്തേട്ടന്റെ മോനാണെങ്കിലും ശരി, സുജിത്തേട്ടന്റെ വൈഫ് ശ്വേത ചേച്ചി ആണെങ്കിലും ശരി. ശ്വേത ചേച്ചിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചബ്ബിയാണ് ചേച്ചി. ചിരിച്ചോണ്ടുള്ള സംസാരങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പൊ എന്താണെങ്കിലും ഇപ്പോ ഇവരുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സിയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ടെക് ട്രാവൽ ഇറ്റ് ബൈ സുജിത് ഭക്തൻ എന്ന ചാനൽ അല്ലാതെ സുജിത്തേട്ടന് സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരു ചാനൽ കൂടെ ഉണ്ട്. ഞാനത് ഈ അടുത്താണ് ഞാനത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമ്മുടെ ഈ ഒരു യുദ്ധം വന്ന സമയത്ത് സുജിത്തേട്ടൻ അതിനകത്ത് 1-2 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ആ ചാനൽ നോട്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 2 വീഡിയോകൾ സുജിത്തേട്ടന്റെ ആ ചാനലിൽ വന്ന അതിനകത്ത് ആദ്യത്തെ വീഡിയോയിൽ സുജിത്തേട്ടനെയും സുജിത്തേട്ടന്റെ വൈഫിനെ, മെയിൻലി ശ്വേത ചേച്ചിയെ വളരെ മോശമായി ഓരോ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് കമന്റ് ഇടുന്ന, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി മെയിൽ അയക്കുന്ന, അവരുടെ സുഹൃത്തുക്കളെ CC വെച്ച് മെയിൽ അയക്കുന്ന ഒരു വ്യക്തിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾ തിങ്കളാഴ്ച ആയിരിക്കും കാണുന്നത്. രാവിലെ ഞായറാഴ്ച, ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇതേ ദിവസം സുജിത്തേട്ടൻ 2ാമത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ 2 വീഡിയോയിലെ വളരെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇതിൽ പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ശ്വേത ചേച്ചിയെ വളരെ മോശമായി ഓരോ കാര്യങ്ങൾ. എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ളവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന്. എന്തെങ്കിലും എനിക്ക് സുജിത് ഭക്തൻ എന്ന് പറയുന്ന വ്യക്തി, ഇവിടെ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ്, സുജിത്തേട്ടൻ ഒരിക്കലും ഒരു ഫാമിലി ബ്ലോഗർ അല്ല, ഒരു ട്രാവൽ ബ്ലോഗർ ആണെങ്കിൽ പോലും സുജിത്തേട്ടന്റെ ഫാമിലിയിലെ സുജിത്തേട്ടന്റെ അച്ഛനെയും അമ്മയും ഇടയ്ക്ക് ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും സുജിത്തേട്ടൻ കാണിക്കാറുണ്ട്. ഇല്ലെങ്കിൽ സുജിത്തേട്ടന്റെ ട്രാവൽ ബ്ലോഗുകളിലൊക്കെ ഇവരും ഒക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് സുജിത്തേട്ടന്റെ വൈഫും മോനും അനിയനും ഒക്കെ, അമ്മയും അച്ഛനും ഒക്കെ ഇടയ്ക്ക് സുജിത്തേട്ടൻ വീട്ടിലോട്ട് വരുമ്പോൾ പുള്ളിയുടെ വീഡിയോയിൽ ഇങ്ങനെ വന്ന് പോകാറേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷമായിട്ടുള്ള മുഖങ്ങളാണ് സുജിത്തേട്ടൻ നമ്മളെ കാണിച്ചു തരാറുള്ളത്. ഒരിക്കലും സുജിത്തേട്ടന്റെ വീട്ടിലെ സങ്കടങ്ങൾ, പ്രത്യേകിച്ച് സങ്കടങ്ങൾ കാണിക്കും. ഈ അടുത്ത് ഞാൻ സ്ഥിരം സുജിത്തേട്ടന്റെ ഒരു വ്യൂവറാണ്. അതുകൊണ്ട് തന്നെ സുജിത്തേട്ടന്റെ അമ്മയ്ക്കിടയ്ക്ക് വയ്യാതിരുന്നപ്പോൾ ഉള്ള ആ വീഡിയോ ഒക്കെ സുജിത്തേട്ടൻ നമ്മളോട്, അല്ലെങ്കിൽ ആ ഒരു വിഷയമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളല്ലാതെ സുജിത്തേട്ടന്റെ വീട്ടിൽ, എല്ലാ വീട്ടിലും പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലായിടത്തും കാണും ചെറിയ സുജിത്തേട്ടന്റെ വീട്ടിലാവുന്നു ഇല്ലെങ്കിൽ വളരെ നല്ലൊരു കാര്യം, ദൈവത്തിന് സ്തുതി. അപ്പൊ എന്താണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കാണൂടെ. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നാട്ടുകാരുടെ മുമ്പിൽ വന്ന് പിളമ്പുന്ന ഒരു സുജിത്തേട്ടൻ അല്ല. എനിക്കറിയാവുന്ന വ്യക്തി. ആ പുള്ളി അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പുള്ളിയുടെ വീഡിയോയിൽ. ഇവിടെ പല ഫാമിലി വ്ളോഗേഴ്സ് അവരൊക്കെ കാണിക്കുന്നത് നിങ്ങൾ കാണാറുള്ളതാണല്ലോ. പക്ഷെ അങ്ങനെയുള്ളൊരു വ്യക്തി ഒന്നും അല്ല സുജിത്തേട്ടൻ. അങ്ങനെയുള്ള സുജിത്തേട്ടൻ തന്നെ ഇപ്പോ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കാൻ ചെവിക്കൊള്ളണം എന്നാണ് എൻ്റെ ഒരു ഇത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ആ 2 വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. ആദ്യത്തെ വീഡിയോയിൽ സുജിത്തേട്ടൻ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിക്കാം. വളരെ കുറച്ചേ ഞാനത് കാണിക്കുന്നുള്ളൂ. ഇതൊന്ന് കണ്ടേ നിങ്ങൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ്, എൻ്റെ ഈ ഒരു വീഡിയോ വഴി എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ത്രീയെ സെക്ഷലി ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കമന്റ് ഇട്ടാൽ മാത്രമാണ് ശരിക്കും നമ്മൾ പണിഷ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ തടിച്ചിന്ന് വിളിച്ചു, ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഞാൻ മറ്റേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വൃത്തിയുടെ ഭാഷ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പലരുടെയും വിചാരം. പക്ഷേ നമുക്ക് വരുന്ന മെയിലുകളൊക്കെ അതിൽ കടന്ന രീതിയിൽ ഒക്കെ തന്നെയാണ് മെയിലുകൾ വരുന്നത്. നമുക്ക് അതിന്റെ കോണ്ടന്റിലേക്ക് വരേണ്ടത് വരാം പതുക്കെ, ഇല്ലേ? അപ്പോൾ അതിലും വൃത്തികെട്ട ഭാഷയിലുള്ള മെയിലുകളാണ് വരുന്നത്. പക്ഷേ ഈ മെയിൽ അയക്കുന്ന ആൾക്കോ കമന്റ് ഇടുന്ന ആൾക്കോ അയാളുടെ വിചാരം നമ്മൾ ഇയാളെ പിടിച്ചു കഴിഞ്ഞാൽ ഇയാളെ പണിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്താ സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്, റൈറ്റ്സ് ടു ഫ്രീഡം എന്നൊക്കെ പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോ ശരിക്കും ഉണ്ടല്ലോ, ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ആരാണ്, അവൻ എവിടാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും, ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. അതാണ് അവൻ, അങ്ങനെ പറ്റും. അതാണ് ഇപ്പൊ നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ
ഞാൻ പോയി അവനെ തല്ലിയിട്ട് എനിക്ക് അവനെ തല്ലണം, എനിക്ക് അവനെ തല്ലി, ഞാൻ അവന്റെ മുഖത്ത് നോക്കി തല്ലി, ഞാൻ മുഖത്ത് തന്നെ അടിക്കും, ഞാൻ അടിച്ചല്ല, അവൻ അന്ന് ഇന്ന് നേരത്തൊന്നും ഇല്ലായിരിക്കും, അവൻ എങ്ങനെയും ഞാൻ തല്ലും, ഉപദ്രവിക്കും, ഫിസിക്കൽ ഹാം ചെയ്യും. എന്നിട്ട് അവൻ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ പോയി അകത്ത് കിടക്കും. അത് മതി. അത് എന്റെ നിയമ സംവിധാനത്തോടുള്ള ഒരു എന്താ പറയാ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. കയ്യടി കൊടുക്കും ഞാൻ പുള്ളിക്ക്. ഇപ്പൊ കുറെ പേര് എന്നെ വിമർശിച്ചുകൊണ്ട് വരും, എന്തിനാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, പുള്ളി ഫിസിക്കലി ഒരാളെ ഹാം ചെയ്യുമെന്ന് പറഞ്ഞു, അത് തെറ്റല്ലേ, നിയമത്തിന്റെ വഴിയെ പോകണ്ടേ. നിയമത്തിന്റെ വഴിയെ പോയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ പറ. അങ്ങനെ പറയാൻ പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്, എന്ത് സംഭവിക്കും ഇവിടെ? ഇതിപ്പം സംഗതി എന്താണെന്ന് കുറെ പേർക്കൊക്കെ മനസ്സിലായി കാണും. ശ്വേത ചേച്ചിയെ വളരെ മോശമായി, ഇത് ഞാൻ ഈ വീഡിയോ ഇത്ര കാണിക്കുന്നുള്ളൂ, ആ വീഡിയോയിൽ വ്യക്തമായിട്ട് സുജിത്തേട്ടൻ വൃത്തിക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് അവൻ മെയിൽ അയക്കുന്നത്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് ഈ പറയുന്ന ഒരു വ്യക്തി വളരെ മോശമായിട്ടാണ് അവൻ കമന്റ് ഇടുന്നത്. കമന്റ് ഇടുന്നതും പോട്ടെ, പേഴ്സണലി സുജിത്തേട്ടന് മെയിൽ അയക്കുക. സുജിത്തേട്ടന് മാത്രമല്ല CC വെക്കുന്നത് സുജിത്തേട്ടന്റെ ഫ്രണ്ട്സിനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആ കമന്റ് ഒന്നും ഞാനത് കേട്ടപ്പോൾ തന്നെ എന്തോ പോലെ ആയിപ്പോയി എനിക്ക്. പുള്ളി എങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് മിണ്ടായിരിക്കുന്നു. പുള്ളി ഉറപ്പായിട്ടും സുജിത്തേട്ടൻ നിങ്ങളെ പോയി ചെവിക്കല്ല് നോക്കി അവനെ അടിച്ചാലും ഞാൻ നിങ്ങളെ തെറ്റു പറയില്ല. കാരണം നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി, അദ്ദേഹം പറയുന്നത് തന്നെയല്ലേ ശരി. അവനെ ഇപ്പൊ പിടിച്ചോണ്ട് വന്നാലും എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അവനെ പിടിച്ച് അകത്തിടുവോ? ഇല്ലെങ്കിൽ അവന്റെ ഈ ത്വര അവൻ നിർത്തുവോ? ഇല്ല. ഇതിനൊക്കെ ഒരു അന്ത്യം വരണമെങ്കിൽ സുജിത്തേട്ടൻ ഈ പറഞ്ഞ കണക്ക് നേരെ പൊട്ടിക്കണം, എന്നിട്ട് അവൻ കൊണ്ട് കേസ് കൊടുക്കണം, എന്നിട്ട് സുജിത്തേട്ടൻ 2 ദിവസം ഇതിന്റെ പേരിൽ അകത്ത് കിടക്കണം. അതൊരു വാർത്തയാവണം, അത് ചർച്ചയാവണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു നിയമത്തിന്റെ കുറച്ചും കൂടെ ഒക്കെ ഒരു ടൈറ്റ്നസ് ഈ ഒരു കാര്യത്തിലൊക്കെ വരുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഈ ഒരു വീഡിയോ സുജിത്തേട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട ഈ ഒരു വീഡിയോയിൽ വരെ ഇവർ പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അവൻ വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. ആ കമന്റ് കണ്ടതിലല്ല എനിക്ക് അതിശയം, ആ കമന്റിന് ഏകദേശം ഒരു 10-200 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട്. അതാ എന്നെ സത്യം പറഞ്ഞാൽ സുജിത്തേട്ടൻ അത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, സുജിത്തേട്ടൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. ഞാൻ സത്യം പറഞ്ഞാൽ ലിറ്ററിൽ ഞെട്ടിപ്പോയത് അത് കണ്ടിട്ടാ. 10-205 ഞാൻ ആ കമന്റ് ഇവിടെ കാണിച്ചു തരാവേ. ആ കമന്റ് ഇട്ടത് ലൈക്ക് പേര് ഞാനത് പറയുന്നില്ല, ഭക്തൻ. ആ ഭക്തന് മുന്നേ ഒരു സാധനം എഴുതി വെച്ചേക്കുന്ന കണ്ടല്ലോ നിങ്ങൾ. എന്നിട്ട് എന്നാലും പൊണ്ണത്തടിച്ച് തടി കുറയ്ക്കില്ല, എന്റെ മേലെ കയറാതെ ആ തടി കുറച്ച് കാണിക്കും, അതാണ് ഹീറോയിസം. അല്ലാതെ പൊണ്ണത്തടിച്ച് ആശ്വാസം കമ്മിറ്റിക്കാരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി കുണുവാവ ഭക്തൻ ഇതുപോലുള്ള വീഡിയോ ഇടല്ലേ. ഇപ്പോൾ ഈ വീഡിയോ ഒട്ടും ആശ്വാസം കിട്ടിയാലും പൊണ്ണത്തടിച്ച് വീണ്ടും പൊണ്ണത്തടിച്ച് തന്നെയല്ലേ. ഞാൻ എന്ത് ഇടണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. 245 പേരാണ് അവൻ എഴുതിയിട്ടേക്കുന്നത്. ഞാൻ വരാം, പക്ഷെ അതിന് മുമ്പ് 245 പേരാണ് ഇതിന് ലൈക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ലിറ്ററലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയി. 245 പേര് ഇവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇവന്റെ മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ടോ? പിറ്റി ഫോർ യു ഗൈസ്, പിറ്റി ഫോർ യു. എന്താ പറയണ്ടേ? പിന്നെ അവൻ പറഞ്ഞിരിക്കുന്നത്, അവൻ എഴുതി വെച്ചതിനകത്തോട്ട് വരികയാണെങ്കിൽ ഞാൻ എന്തിടണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതെ, താങ്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, താങ്കൾ അമേരിക്കയിൽ ഇരുന്ന് ഉണ്ടാക്കി കാണുന്നുണ്ടല്ലോ, നീയൊക്കെ എങ്ങനെ അമേരിക്കയിൽ എത്തി? അതാ എന്റെ ചോദ്യം. ഇവനെ വൃത്തിക്ക് കൈയോടെ സുജിത്തേട്ടൻ പിടിച്ചിട്ടുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്താണെങ്കിലും അവൻ അമേരിക്കയിലാണ്. എങ്ങനെ നീയൊക്കെ അമേരിക്കയിൽ എത്തിയടാ? അതാ എനിക്ക് അറിയാൻ പാടില്ലാത്ത. നിന്റെ പടം എടുത്തു വെച്ച് അടിക്കണമെന്ന് എനിക്കുണ്ട്, ചെയ്യത്തില്ല. കാരണം നമ്മളൊക്കെ പെടും. അതുകൊണ്ടേ പോട്ടെ. ഇനി അവൻ എഴുതി വെച്ചേക്കുന്നത് ഞാൻ എന്തിടണം. എടാ, നീ എന്തിടണമെന്ന് നീയാ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ അമ്മയുടെ ഞാൻ പറഞ്ഞാൽ കൂടി പോകും, എങ്കിലും വളരെ മാന്യമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്റെ മദറിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് നീ അതിൻ്റെ അടിയിൽ നിനക്ക് എന്തും എഴുതാമെന്ന് പറഞ്ഞ് നീ അങ്ങേ അറ്റത്തെ തോന്നിവാസം നീ എഴുതി വെക്കുവോ? അല്ല, എഴുതി വെക്കുവോ നീ? അല്ലെങ്കിൽ നീ നിന്റെ ഗ്രാൻഡ് പാരൻസിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് നീ അങ്ങനെ ചെയ്യുവോ? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. എന്തും പറയാം. നമ്മുടെ ഇഷ്ടമാണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആ സ്ത്രീ നിങ്ങളെ എന്തെങ്കിലും ചെയ്തോടാ, ആ സ്ത്രീ ഈ നാടിന് ദ്രോഹമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ, അപ്പം നീ പോയി പറ. സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന ഒരാളോ ആരുമായിക്കോട്ടെ, അവനെ പോയി നീ അപരാധിക്ക്. ഞാൻ കൈയടിക്കത്തേ ഉള്ളൂ അതിനൊക്കെ. ചിലപ്പോൾ കുറെ പേര് പറയാം അതും തെറ്റാണെന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഞാനത് ശരിയാന്നേ പറയുള്ളൂ. കാരണം അല്ലെങ്കിൽ അതൊന്നും ഇവിടെ നടക്കാതിരിക്കാൻ ഇവിടുത്തെ നിയമം എന്തെങ്കിലും ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. സുജിത്തേട്ടൻ ഈ പറഞ്ഞ കണക്ക് 2 സുജിത്തേട്ടൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുള്ളി പൊട്ടിക്കുന്നതിനകത്ത് തെറ്റൊന്നും പറയത്തില്ല. പുള്ളി 2 പൊട്ടിക്കട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി സുജിത്തേട്ടൻ ഇന്ന് ഇട്ടിരിക്കുന്ന വീഡിയോ, അതായത് നിങ്ങൾ മൺഡേ ഈ വീഡിയോ കാണും, സൺഡേ സുജിത്തേട്ടൻ്റെ ചാനലിൽ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് അവനെ പൊക്കി എന്നും പറഞ്ഞൊരു സാധനം ഇടുന്നുണ്ട്. അതേപോലെ അവനോട് ഫോണിൽ സംസാരിക്കുന്നു. അവനോട് മാത്രമല്ല, അവന്റെ തന്തയോട്, രണ്ടിനോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഞാൻ അത് നിങ്ങളൊന്ന് കാണിക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അപ്പൊ അവൻ ചോദിക്കുന്നു വാട്ട് ഈസ് ദിസ് അബൌട്ട് എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഇറ്റ്സ് അബൌട്ട് എൻ ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രം പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് എൻ ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ മൊമെന്റിൽ അവൻ എന്നോട് പറയാണ് 100% യു ഗോട്ട് എ റോങ് പേഴ്സൺ. അതായത് ഇത് ഞാനല്ലാന്ന്. അതായത് ഇറ്റ്സ് അബൌട്ട് ഒരാളെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് സംസാരിക്കണം, ഇറ്റ്സ് അബൌട്ട് എൻ ഓൺലൈൻ അസോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്തായിരിക്കും എന്ന് അവൻ എങ്ങനെ ഗസ് ചെയ്യുന്നു? അവൻ എങ്ങനെ പറയാൻ പറ്റും അത് ഞാനല്ല എന്നത് നീയാണെന്ന് ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. അപ്പൊ അവൻ എന്നെ അറിയാം 100%. അത് അവനാണ് ചെയ്തതെന്ന് അവൻ അറിയാം. എന്നിട്ടാണ് അവൻ ഉരുണ്ട് കളിക്കുന്നത്. എന്നിട്ട് നമുക്കിത് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വാട്സപ്പിൽ ഞാൻ ഇവനെ ഫോൺ വിളിച്ചു. ഓക്കെ, സുഹിതൻ ആ ഫോൺ വിളിക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കാം. വളരെ കുറച്ച് ഞാൻ കേൾപ്പിക്കുള്ളേ. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇത് അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ സുഹിതൻ എടുത്തിട്ട് അവന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ആ ഒരു കാര്യമാണ് സുഹിതൻ ഇവിടെ പറയുന്നത്. പക്ഷെ സുഹിതേട്ടാ, ഇവിടെ മാത്രം എനിക്കൊരു കാര്യം നിങ്ങളോട് പേഴ്സണലി പറയാൻ എനിക്ക് തോന്നി. അത് വേറൊന്നുമല്ല, സുഹിതേട്ടൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ എങ്ങനെ, അതായത് എന്തായിരിക്കും എങ്ങനെ ഗസ് ചെയ്തു എന്നുള്ളൊരു സാധനം സുഹിതേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ. സുഹിതേട്ടാ, ഇപ്പം അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ നമ്മളോടാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യാത്തതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഐ എം നോട്ട് ഷുവർ ഒരു ഓൺലൈൻ അസാൾട്ട് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ റോങ് ആളെ വിളിക്കുന്നത്, നമുക്കിതുമായിട്ടൊരു ബന്ധമില്ല എന്നേ നമ്മൾ എല്ലാവരും പറയുള്ളൂ ചേട്ടാ. നമ്മളിത് ചെയ്തിട്ടില്ല എങ്കിൽ, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവൻ ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ അവൻ ആ ടൈപ്പ് ചെയ്ത് അയച്ചതിനകത്ത് വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എന്തോ എനിക്ക് തോന്നിയില്ല. നമുക്ക് ബാക്കി കേൾക്കാം എന്തായാലും. വാട്സപ്പിൽ വിളിച്ച ഒരു 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സംഭാഷണമുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടു. ഞാനൊരു യൂട്യൂബറാണ്. എനിക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട് എനിക്ക് എന്നെയും എൻ്റെ ഫാമിലിയെയും നിരന്തരമായി ഒരു പർട്ടിക്കുലർ ആള് he keeps on creating new email ID and abusing me, assaulting me. അത് വൈ എന്നുള്ളത് ചെയ്ത ആൾക്കറിയാം, വൈ എന്നുള്ളത്. ഐ ഡോണ്ട് നോ. യെസ്. സോ ലാസ്റ്റ് ഒരു 1 month ആയിട്ട് he has gone aggressive. ഞാൻ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. he has gone aggressive and with the help of cyber security team and some other people എനിക്ക് IP ട്രേസ് ഔട്ട് ചെയ്ത് കിട്ടിയത്. ആ IP-യിൽ നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇമെയിൽ അടക്കം എല്ലാം യൂസ് ചെയ്യുന്നത്. See, the emails you sent me, they're not mine. Okay. I don't know what cyber team you have, but you need to get a better cyber team. Yeah, of course. ഞാൻ അതെന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ നിങ്ങളല്ലാന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോകാൻ വേണ്ടിയാണ്. Like, yes. I don't know what this is about, like, seriously. And whoever your cyber team is, you need to Of course, it's very easy. We have given all the details. In my LinkedIn and my website, I have one that I know about. Okay. Other than me. Who studied in Manipal University? Yeah. See, listen. Who studied in Indian School, Muscat? See, listen to me. Do you want me to dig up? Do you want me to dig up into everything? Okay, listen. Okay, fine. Okay. ഞാൻ എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. Yes. ഞാനൊരു ആർഗ്യുമെന്റിന് വേണ്ടി വന്നതല്ല സുഹൃത്തെ. I just want to talk to you peacefully. ഒരു മിനിറ്റ്. Let me tell you one thing. Tell me any of these things. Please, can you tell me what did I even say? വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സംസാരം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങളിപ്പം ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഇയാളല്ല, സുജിത്തിന് തെറ്റിപ്പോയി. അങ്ങനെയല്ല, ഇവൻ തന്നെയാണെന്ന് പ്രൂവണാണ്. ഇവൻ തന്നെയാണത്. ഒന്ന് ആലോചിക്കണം. മസ്കറ്റിൽ പഠിച്ച, അതിനുശേഷം ഒരുപാട് നല്ല കോളേജിലും നല്ല സ്കൂളിലും ഒക്കെ മണിപ്പാലിലും ഒക്കെ പഠിച്ച ഒരു വ്യക്തി. ഇവൻ്റെയൊക്കെ മെൻറ്റാലിറ്റി എല്ലാവരും പറയുമല്ലോ, ഈ ഇരുന്ന് കാറിക്കൂന്ന് നമ്മളൊക്കെ വലിയ മോശക്കാരാണ്, മറ്റേ ടൈയും കോട്ടും ഇട്ട് നടക്കുന്നവരൊക്കെ വലിയ മാന്യന്മാരാണെന്ന്. മാന്യന്മാരുടെ മുഖം ഈ പൊളിഞ്ഞ് വീഴുന്നത്. ഓക്കെ, അമേരിക്കയിലാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ തനിക്കുണം നിങ്ങൾ കണ്ടല്ലോ. അവനെ ഒരാൾ വിളിച്ച് സംസാരിക്കുമ്പോൾ വളരെ മാന്യതയോടുകൂടി സംസാരിക്കും. രാത്രിയിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അവൻ്റെ പരിപാടി എന്താ? ഇമെയിൽ ID, പല ഇമെയിൽ ഐഡികൾ ക്രിയേറ്റ് ചെയ്യുക, ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ അടിയിൽ പോയി വളരെ മോശമായിട്ടുള്ള അവൻ്റെ അകത്തുള്ള സാധനം ഛർദ്ദിക്കുക. മുഖം കാണിച്ച് ഛർദ്ദിക്കാൻ പേടിയാണ്, മനസ്സിലായില്ലേ? കുത്തിയിരുന്ന് എഴുതി ഛർദ്ദിക്കാം. അതാണ് ഇങ്ങനെയുള്ളവന്മാരോട് കാണിക്കുന്നത്. ഇനിയും ഇതിനെക്കാട്ടിലും വലിയൊരു മാന്യം വരുന്നുണ്ട്. ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ സുഹിതേട്ടൻ, അവന്റെ തന്തപ്പടി ഒരു ടീം വരുന്നുണ്ട്. നിങ്ങളൊന്ന് കേക്ക്. Okay, do you want me to send everything to you? What is what? I don't know who you are. Yeah, I know, I understand. I've never seen you. Like, I'm getting a random call this morning. Okay. Claiming that I did something. Yeah. Like, who are you?
എന്തായാലും താങ്ക്സ് ഫോർ കോപ്പറേറ്റിംഗ്. ലൈക്ക് ഇങ്ങനെ ഒരു റാൻഡം കോൾ വന്നപ്പോഴത്തേക്കിനും ഇത്രയും സമയം ആരാ? ഞാൻ അവന്റെ ഫാദർ ആണോ? ഫാദറിന്റെ പേരെന്താ സാറേ? ഇയാൾക്ക് എന്തോ വേണ്ടെന്ന് ആദ്യം പറ. ഫാദർ ആണ് കേട്ടോ. ഫാദർ, വെരി ഗുഡ്. ഓക്കെ. അച്ഛനെന്നല്ല പറഞ്ഞ, ഞാൻ അവന്റെ അപ്പനാന്നാ പറഞ്ഞത്. അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. നിനക്ക് എന്തോ വേണ്ടേ പറ. ഓ, അത് ശരി. ഞാൻ ഐ എം ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി ആൻഡ് ഐ എം ട്രൈങ് ടു സോർട്ട് ഇറ്റ് ഔട്ട് ആൻഡ് ഐ ഡിഡ്ന്റ് കോൾ യു. ഓഹോ, കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ. ബിറ്റ് ബിസി എന്നല്ലേ? അപ്പം വന്നിട്ട് ബിറ്റ് ബിസി ആണെന്ന് ഞങ്ങള്. നിങ്ങൾ ബിറ്റ് ബിസി ആണെങ്കിൽ നിങ്ങളുടെ മോൻ സംസാരിച്ചല്ലോ ഒരു 4-5 മണിക്കൂർ കുത്തിയിരുന്ന്. ഈ വിഷയമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവനാണെങ്കിൽ എന്തിനാ ഇത്രയും സംസാരിക്കുന്നത്? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. നേരെ കട്ട് ചെയ്തിട്ട് സ്വന്തം കാര്യം നോക്കി പോകണം. മനസ്സിലായില്ലേ? ബാക്കി നീ എന്താ വെച്ചാൽ ചെയ്തു. സുജിതൻ ഇത് വീഡിയോയിൽ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യത്തുള്ളൂ. നമ്മളല്ലാതെ നമുക്ക് അറിയാത്തൊരു കാര്യത്തിൽ ഇത്രയും ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ല. മിക്ക കോളും എടുക്കാറും ഇല്ല. കാരണം നമുക്ക് എന്തെങ്കിലും വലിയ പ്രശ്നമാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കാര്യം നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ സംസാരിക്കണം. നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് കട്ട് ചെയ്തിട്ട് അടുത്ത പണി നോക്കുക? അത്രയല്ലേ ഉള്ളൂ. ഇതിരുന്ന് അവൻ കഥ പറയുക. കാരണം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് വിറയൽ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ വീണ്ടും വേറെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അത് സുയിത്തേട്ടൻ തന്നെ പറയും. നിങ്ങളൊന്ന് കേക്ക്. ഈ ഫോൺ വിളിച്ച് വെച്ച് ഒരു 10 മിനിറ്റിനുള്ളില് ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. അത്ര നേരം ഉണ്ടായിരുന്ന ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. അപ്പൊ ഞാൻ ഇവന് മെസ്സേജ് അയച്ചു, എടാ നീ ഇത്ര ഭീരുവാണോ, നീ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവന് ഇത് വീണ്ടും ആക്ടിവേറ്റ് ആക്കി. മണ്ടൻ. അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്കിനും ഇവന്റെ വെബ്സൈറ്റ്, ഇവന്റെ ജാതകവും ഇവന്റെ റെസ്യൂമേയും ഇവന്റെ A-to-Z വിവരങ്ങൾ ഉണ്ടായിരുന്ന ആ വെബ്സൈറ്റ് അന്ന് മുതൽ ഇന്ന് വരെ അപ്രത്യക്ഷമാണ്. 2 ദിവസമായി ഈ പരിപാടി എല്ലാം നടന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇവന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീ തന്ന നിന്റെ മറ്റൊരു തെളിവ്, നിനക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്, നീ തന്ന നിന്റെ മറ്റൊരു തെളിവ്. അതിനുശേഷം കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്, ഐ ആം വാർണിംഗ് യു ദാറ്റ് യു ഗോട്ട് ദ റോങ് ഗൈ. ഐ ഗോട്ട് ദ റോങ് ഗൈ. നീ എങ്ങനെ മനസ്സിലാക്കണം മണ്ട? അത്ര എനിക്കും ചോദിക്കാവുള്ളൂ. നീ എങ്ങനെ മനസ്സിലാക്കണം മണ്ട? നീ എങ്ങനെ മനസ്സിലാക്കി? ഇപ്പം സുയിത്തേട്ടൻ ആരോടാണോ സംസാരിച്ചത് അവനുമായിട്ട് സംസാരിച്ച കാര്യം ഈ മെയിൽ അയച്ച വേറൊരു ചേട്ടനാന്ന് വിചാരിച്ചോ. ആ ചേട്ടനെ എങ്ങനെ അറിഞ്ഞു? അതും ഹാക്ക് ചെയ്തെടുത്തോ? അല്ല, അതും ഹാക്ക് ചെയ്തെടുത്തയാണെങ്കിൽ സുയിത്തേട്ടൻ സംസാരിച്ച വ്യക്തി എന്തിനാണ് നീ നിന്റെ ഇൻസ്റ്റാഗ്രാമും നീ എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയത്? ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത് അതിനെപ്പറ്റി സുയിത്തേട്ടൻ ചോദിച്ചുടനെ തന്നെ വീണ്ടും ഇൻസ്റ്റാഗ്രാം വന്നു. എന്താണ് നീ ഇത്ര പൊട്ടനായി പോയോ? അമേരിക്കയിലുള്ള മലയാളികളൊക്കെ എല്ലാവരും ഒന്നും പറയുന്നില്ല, ഇതുപോലുള്ള ചില മണ്ടന്മാരുണ്ട് കേട്ടോ അവിടെ. അല്ല, ഇങ്ങനെ ഇത്ര വലിയ മണ്ടന്മാരുണ്ടോ? കാണിക്കാവുന്ന എല്ലാം കാണിച്ചു, കയ്യിൽ നിന്ന് പോയി. പിന്നെ സുയിത്തേട്ടാ, എനിക്ക് അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ലൈക്ക് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുമൊന്നുമല്ല, ഇതിന്റെ പുറകെ പോയാൽ അവനെ ഇവിടെ നാട്ടിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഉറപ്പ് സുയിത്തേട്ടനുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഇവിടുത്തെ സൈബർ പോലീസും നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ അവിടുത്തെ പോലീസുകാരൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഇവിടെ എത്തിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ? എനിക്കറിയില്ല. ഇതൊക്കെ എവിടെ വരെ പോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ കാണുമായിരിക്കും. സുയിത്തേട്ടൻ എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവാണ്, പോട്ടെ. പക്ഷേ സുയിത്തേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് പിന്നെ വലിയ ശിഷ്യം ഒന്നും എന്തായാലും കിട്ടാൻ പോകത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള കടിയന്മാർക്ക് ഒരു പേടി വരും, മനസ്സിലായില്ല? അതായത് ഇങ്ങനെയൊക്കെ ഒരു ലിമിറ്റ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അറിയും, നാട്ടുകാരുടെ ഫ്രണ്ടിൽ. സുയിത്തേട്ടാ, ഞാൻ പറയുന്നത് ഫോട്ടോ വെച്ച് നിങ്ങൾ തന്നെ, ഇവന്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ തന്നെ പുറത്തു വിടും, എല്ലാ തെളിവില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക ഇവനെ കനത്തിൽ, എന്നിട്ട് നാട്ടുകാരെല്ലാവരും അറിയട്ടെ. അത് ബാക്കിയുള്ളവർക്കുള്ളൊരു പാഠമാണ്. ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കാണും, എല്ലാവരുടെയും എന്താണ് ഫോൺ വഴി മോന്തായ നല്ല വൃത്തിക്ക് എത്തും എന്നുള്ളൊരു സാധനം, ഒരു പേടി ഇവിടെ കുറേ എണ്ണത്തിന് വേണം. കുറെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് തെറി പറയാൻ നടക്കുന്നത്. ഇവന്മാരുടെ ഒക്കെ ഒരുപാട് കൊച്ചല്ല, ഒരു 18 വയസ്സിന് അതിൻ്റെ താഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ 18 വയസ്സോട്ടുള്ളവന്മാർ ഈ കാണിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അവരുടെ പാഠം എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കണം. വീട്ടുകാരും നാട്ടുകാരും പിന്നെ ഇതുപോലുള്ള 35 വയസ്സെങ്ങാണ്ടുണ്ട് ഈ പരിപാടി കാണിച്ചവന് സുയിത്തേട്ടൻ എടുക്കാൻ. അവൻ്റെയും ഫോട്ടോ എടുത്തങ്ങ് പുറത്ത് വിടണം. അവൻ്റെ ഭാര്യയും അവൻ്റെ പിള്ളേരും അവൻ്റെ കുടുംബക്കാരും എല്ലാവരും അറിയണം. എന്നാലേ ഇങ്ങനെയുള്ള കടിയന്മാർ അവന്മാരുടെ കടി നിർത്തത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ കടിച്ചു. എനിക്കത് ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടലതാ. എന്തിനാ ആ ചേച്ചിയോടൊക്കെ ഇവൻ ഇത്ര വൈരാഗ്യം? ഒരു പാവം അത്. എനിക്ക് അങ്ങനെ കേട്ടോ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. എന്തിനോ എന്താണെങ്കിലും അധികം വൈകാതെ അവൻ്റെ ഫോട്ടോ സുയിത്തേട്ടൻ പുറത്ത് വിടുവാണെങ്കിൽ നമ്മളും കൂടെ അങ്ങോട്ട് കാണിച്ചു തരും, അല്ലാതെ പണിയാവും. അപ്പൊ എന്താണെങ്കിലും ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഇങ്ങനെയുള്ള ചൊറിയന്മാരെ പറ്റി
ഇവൻ മാത്രമല്ലല്ലോ, ഇതുപോലുള്ള കുറേ എണ്ണങ്ങളുണ്ടല്ലോ. കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാ കാര്യങ്ങളൊന്നും. അത് വളരെ മാന്യമായിട്ട് പറയുക. അതിന് പകരം ഒരുമാതിരി ഫിസിക്കൽ അസാൾട്ട്, മറ്റേ ഒരു മെന്റലി ഒരാളെ തളർത്തുന്ന, അതൊക്കെ എന്തിനാ അതിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.